ഇന്ന് ഞാനിന്ന് മന്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഇന്ന് മോള് ഹോസ്റ്റലിൽ വന്നിട്ട് മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട വെള്ളം വെച്ചിട്ട് അടുപ്പിൽ അതിന് നമ്മൾ കുറച്ച് നമ്മളെ കടപ്പട്ടല്ല ഗ്രാമ്പ് ഇടുന്നുണ്ട്. പിന്നെ അതിന് നമ്മൾ 4 ഏലക്കായും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഏലക്കായും കൂടി അതിൽ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. വെള്ളം തിളച്ച് നമ്മൾ അരിക്കുള്ള 1 കിലോ അരിയാണ് വെക്കുന്നത്. അതിക്കുള്ള ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതൊക്കെ പറയുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അരി ഇടുമ്പോൾ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ലോണം ഇപ്പോൾ ഒന്ന് നല്ല ആക്കി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കാം കേട്ടോ. നല്ല പെട്ടെന്ന് തിളച്ചിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടാൽ കേട്ടോ. നല്ലോണം ഒന്ന് കേക്ക് വെള്ളത്തിലിട്ടിട്ടില്ല. പിന്നെ കേക്ക് വെള്ളം നമ്മൾ അരി അടുപ്പത്ത് വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം കേക്ക് ഇടുകയാണ്. നല്ലോണം നടത്തി കൊടുക്കണം കേട്ടോ. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് അധികം വെള്ളമായി തോന്നുന്നുണ്ട്. 1 കിലോ അരിക്കാണ് വെള്ളം എടുത്തത്. അരി കൂടി ഇട്ടപ്പോൾ ഒരുപാട് വെള്ളമായി. റൈസ് വെന്ത് വന്നിട്ടോ. പിന്നെ ഞാനത് വേറെ പാത്രത്തിൽ പറഞ്ഞ് വെക്കണി. നമ്മൾ കുക്കറിലിട്ടിട്ട് വേണമല്ലോ പിന്നെ ബാക്കിയുള്ളത് ചെയ്യാൻ. കേക്ക് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ കത്തി കൊണ്ടൊന്നിങ്ങനെ മൂർന്ന് കൊടുക്കണം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ മസാലകളൊക്കെ അതിൻ്റെ കൂടെ ഒന്ന് പിടിച്ച് കിട്ടിക്കോളും. ഇത് നമ്മൾ ചിക്കൻ്റെ കാലന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാലുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ അങ്ങനെ മാത്രം വാങ്ങിക്കണം. ഇഞ്ചിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കണേ. പിന്നെ നമ്മൾ മാഗി ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ. അതിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അതിട്ടു. പിന്നെ നമ്മൾ കുറച്ച് കളറും കൂടി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തു. പിന്നെ നമ്മൾ മന്തി മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പട്ട ഇട്ടെടുത്തു. പിന്നെ നമ്മൾ നാരങ്ങ ഇട്ടെടുത്തു. നമ്മൾ തക്കാളി പേസ്റ്റ് കേട്ടോ. ഇത് കുറച്ചേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ടൊമാറ്റോ പേസ്റ്റ് സോറി ബാക്കിയൊക്കെ തേക്കണ്ടിട്ടില്ലേ ഒക്കെ ക്ഷമിച്ചാൽ ഇതൊക്കെ കൂടി ഒന്ന് നല്ല മിക്സ് ചെയ്തെടുക്കണ്ടല്ലേ. ഉപ്പിടാൻ പറഞ്ഞിട്ടോ. ഒരു നുള്ളുപ്പ് കാരണം കൂടുതൽ പറ്റില്ല. നമ്മൾ മാഗി കട്ടല്ലേ. ലാസ്റ്റത്തെ പരിപാടി നമ്മൾ സൺഫ്ലവർ ഓയിൽ കേട്ടോ. അത് കുറച്ച് അധികം വേണം. കാരണം അതാണല്ലോ ഇതിൽ മെയിനായിട്ടുള്ള ഇത്. മുന്നേ വേവിച്ചിട്ട് നമ്മൾ റൈസ് ഇതൊക്കെ ഇടാണ് കേട്ടോ. അതിട്ടിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ. ഈ റൈസിൻ്റെ മേലൊക്കെ കുറച്ച് കുരുമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് കുത്തി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് മഞ്ഞയാണ് കേട്ടോ. മഞ്ഞ നമ്മൾ സാധാ മഞ്ഞപ്പൊടിയില്ല. അത് വെള്ളത്തിൽ കളിക്കലാണ്. ഇപ്പോൾ നമ്മൾ ഫുഡ് കളറാണ് കേട്ടോ. അത് നമ്മൾ ചുമപ്പാണ്. നോക്കി നമുക്ക് കിട്ടിയ കേട്ടോ. ഇവിടെ അടുത്ത കടയിലില്ല. അപ്പോൾ ഞാൻ ചുമപ്പിൽ മഞ്ഞയിലൊരുക്കി. ഓക്കെ. അപ്പോൾ നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ടോ. ഇനി നമ്മൾ തീ കത്തിച്ചെടുക്കണം. അപ്പം ഇനി സെറ്റായി വരട്ടെ കേട്ടോ. ഇങ്ങനെ നമ്മൾ മന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ്. നമ്മൾ കുക്കറിന് അതിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണമല്ലോ. നമ്മൾ മന്തി റെഡി ആയിട്ടോ. ഇനി ഇതൊക്കെ നമ്മൾ തീ ഒന്ന് കത്തിച്ചിട്ട് ആ സ്മെല്ലിനൊന്ന് വെക്കണമല്ലോ. അതുകൂടി വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ടോ. നമ്മൾ തീയിട്ടിട്ട് എണ്ണ വരാണ് കേട്ടോ. മന്തി റെഡി ആയിട്ടോ. ഇനി ഞാൻ കഴിച്ചാൻ പോവുകയാണ്. അപ്പോൾ അതിക്ക് വൈറ്റ് സോസും ടൊമാറ്റോ സോസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കഴിച്ചിട്ട് നിങ്ങളോട് വിവരം പറയാം. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് പറയാം കേട്ടോ.